ഹലോ അളിയന്മാരെ, വെൽക്കം ടു അനീസ് സോളോ ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്പനയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ വേറൊന്നല്ല, ചെറിയൊരു ടൂറിസമാണ്. അതും എൻ്റെ ജോലി സ്ഥലത്തുള്ള കാര്യമാണ്. അതാണ് ടൂർ. എല്ലാവരും ഹോം ടൂർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ? അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചു ചെറിയ രീതിയിൽ ജോലി സ്ഥലത്തുള്ള ഒരു ചെറിയൊരു ടൂറും കൂടെ ഞാൻ ചെയ്യാമെന്ന് കരുതി. പിന്നെ ചെറുതായിട്ടൊന്ന് ഷേക്ക് ആവുന്നുണ്ട്. ഞാൻ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ, അതായത് സെൽഫി സ്റ്റിക്കായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷേക്കിങ്ങും കാര്യങ്ങളുണ്ടാകും. എല്ലാവരും ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇനി നമുക്കുള്ള ജോലി ഉള്ള കാര്യങ്ങളും ബാക്കിയുള്ളതെല്ലാം നമുക്ക് പതിയെ പോകുന്ന വഴിക്ക് പരിചയപ്പെടാം. ഓക്കെ, ബ്ലപ്പ്. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വേറെ ഒന്നല്ല, ഈ ലൊക്കേഷൻ കാണുന്നവർക്ക് മനസ്സിലാകും ഇതെന്താണെന്ന്. നാളെ പയ്യന്മാരെല്ലാം അവിടെ വന്നിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്യാമറമാനൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് സാന്ത്വന ലൊക്കേഷൻ. ഇതാണ് നമ്മുടെ അടുത്ത പയ്യൻ, നമ്മുടെ ചങ്കാണ് കേട്ടോ. ഇത് ഫോക്കസർ. ക്ലിയർ ആയതുകൊണ്ടൊന്ന് കാണുന്നുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. നമ്മുടെ ഫോക്കസർ പയ്യനാണ്. ക്ലിയർ ആയിട്ടുണ്ട്. ക്യാമറമാൻ എവിടെ? നമ്മുടെ ക്യാമറമാൻ. എക്സ്ക്യൂസ് മീ ക്യാമറമാൻ. ക്യാമറമാനെ ഒന്നും കാണുന്നില്ല. ക്യാമറമാൻ ഞാൻ ബ്ലോഗിങ് എടുക്കണത് കണ്ടപ്പോൾ എന്നെ കണ്ട വഴി ഓടിയെന്നാണ് തോന്നുന്നത്. ഇല്ല, കണ്ട വഴി ഓടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഇതാണ് എൻ്റെ വർക്ക്. സാന്ത്വന സീരിയലിൽ ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സാന്ത്വന സീരിയലിൽ മാത്രമല്ല, ഹൃദയം സീരിയലിലും കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ സാന്ത്വന സീരിയലിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ കുറേ രീതിയിലുള്ള ആൾക്കാരുണ്ട്. വേറൊന്നല്ല, വർക്കിംഗ് ആയിട്ട് പല രീതിയിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വർക്കിങ്ങിൻ്റെ കാര്യങ്ങളും നമുക്ക് പതിയെ പരിചയപ്പെടാം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. വർക്കിങ്ങിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ ആൾക്കാരായിട്ടാണ്. ലൈറ്റ് മാൻ, ക്യാമറമാൻ, ഫോക്കസർ, പിന്നെ ആർട്ട്, അങ്ങനെ പല രീതിയിലായിട്ടാണ് നമ്മൾ ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തിരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ രീതിയിലുള്ളത് പരിചയപ്പെടുത്താം. എനിക്കും വലിയ രീതിയിൽ ഈ ഇതൊക്കെ ലൈറ്റിംഗ് ആണെന്ന് മാത്രമേ അറിയാവൂ. ലൈറ്റ് ഏതൊക്കെ മോഡലാണ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സാന്ത്വന സീരിയലിൻ്റെ ലൊക്കേഷൻ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കിനി ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോവാം. ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് സ്ഥലത്ത് തന്നെയാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ഏരിയ വരുന്നത്. ഇത് നമ്മുടെ 2 പ്രൊഡക്ഷൻ പയ്യന്മാരാണ്. ഇതൊക്കെ നമ്മുടെ പ്രൊഡക്ഷൻ പയ്യന്മാരാണ്. അറിയ ഫുഡ് വല്ല എത്തിയാ? ഫുഡ് വല്ല ഉണ്ടാണ് അറിയത്തില്ലാണ്. ഓരോരുത്തരെയും നമുക്ക് പറ്റുക. പക്ഷെ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടുണ്ട്. ഈ ബുദ്ധനുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഫിഷസൊക്കെ വന്ന് ഉടനെ തന്നെ കൂട്ടത്തോടെ വന്ന് നിൽക്കും. കാർപ്പൂളാണ്, പല ഐറ്റം കാർപ്പൂളമുണ്ട്. അത് സാധാരണ ലൊക്കേഷൻ. നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് ഇവിടെ ആയിട്ടാണ്. അപ്പോൾ ജോലി തുടങ്ങുന്നതിന് മുമ്പേ തന്നെ രാവിലത്തെ കാപ്പി വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ട്, കടല, പയർ, പഴം, പപ്പടം, അതിൻ്റെ കൂടെ ഒരു കാപ്പിയും കൂടെ കിട്ടി. ഇനി വേണം ജോലി സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കൈയെല്ലാം കഴുകി. ഇനി ഔട്ട്ഡോർ ഷൂട്ടാണ് ഇനിയുള്ളത്. അത് റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് സമയം നമുക്കുണ്ട്. കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ശരീരമൊക്കെ ഒന്ന് നിവർത്തിയ ശേഷം നമുക്ക് റെഡിയാക്കാനായിട്ട് പോകാം. അപ്പോൾ ഔട്ട്ഡോർ ഷൂട്ടാകുമ്പോഴേക്ക് കുറച്ച് പരിപാടികൾ ഉണ്ട്. നമുക്കിനി ഔട്ട്ഡോർ ഷൂട്ടിലുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഔട്ട്ഡോർ എത്തിയിരിക്കുകയാണ്. വേണ്ട, നമ്മുടെ ഹെയറിൻ്റെ ചേച്ചിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. ചേച്ചി ഒരു യൂട്യൂബറാണ്. ബാക്കി അവിടെ ഷൂട്ടിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ട, നമ്മുടെ ക്യാമറമാനും ഫോക്കസറും ഒക്കെ ഉണ്ട്.
ക്യാമറ അസിസ്റ്റൻറ്റും ഉണ്ട്. അപ്പോൾ വേണ്ട മേക്കപ്പിൻ്റെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇപ്പം മണി ഏകദേശം 2 മണിയായി. ഫുഡ് കഴിക്കേണ്ട ടൈമാണ്. ഫുഡെല്ലാം നേരത്തെ തന്നെ കഴിച്ചു. അതിൻ്റെ വീഡിയോ ഇട്ടില്ല, നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇടാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി കയറിയിരുന്നു. ഇനി ഒരു ഔട്ട്ഡോർ ഷൂട്ടും കൂടെ കഴിഞ്ഞിട്ട് ഇനി ഇൻഡോർ ഷൂട്ടും കൂടെ ഉണ്ട്. നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. കുറച്ച് സീൻസേ ഉള്ളൂ. ആ സീൻസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇനി ഇൻഡോർ കയറുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇൻഡോർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാനൊക്കെ അവിടെ ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വീഡിയോയ്ക്കൊക്കെ നോക്കി ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്യാമറമാൻ, ക്യാമറ ഫോക്കസർ, ക്യാമറ അസിസ്റ്റൻ്റ് ഉണ്ട്. പിന്നെ ഫ്രെയിമിൻ്റെ അങ്ങറ്റം ഇരിക്കുന്നത് നമ്മുടെ ഡയറക്ടറാണ്. സാന്ത്വനം സീരിയലിൻ്റെ ഡയറക്ടറാണ്. അതിൻ്റെ ക്യാപ്പ് വച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അസിസ്റ്റൻ്റായിട്ടൊക്കെ വരുന്ന ഒരാളാണ്. പിന്നെ നമ്മുടെ ആർട്ട് പയ്യന്മാരും ഉണ്ട്, നമ്മുടെ ലൈറ്റ്മാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല ടയേർഡായി. മണി ഏകദേശം ഞാൻ നോക്കിയപ്പോൾ 6 മണിയായി. നല്ല ടയേർഡും നല്ല ചൂടും ഉണ്ട് സെറ്റിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. ചൂടെല്ലാം ഒന്ന് തണുപ്പിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി ഞാൻ പോയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. നല്ല മഴ, അടിപൊളി മഴയായിരുന്നു. ഉച്ച വരെ ഒന്നും അറിഞ്ഞില്ല. സെറ്റിൻ്റെ അകത്ത് കയറി തിരിച്ചു വന്നപ്പോഴേക്ക് നല്ല മഴ അടിച്ച് പൊളിച്ചാണ് വീണത്. അവിടെ അകത്ത് ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും അറിയാനും പറ്റുന്നില്ല. പുറത്ത് വന്നപ്പോഴേക്ക് മഴയും കൂടെ. അങ്ങനെ ഷൂട്ടൊക്കെ ഏകദേശം തീരാറായി. ഇനി നമുക്ക് നേരെ കാറിൽ കയറി എൻ്റെ ബൈക്കിരിക്കുന്നിടത്ത് പോകണം. അങ്ങനെ നമ്മൾ കാറിൽ കയറി. അപ്പോൾ ചെറിയൊരു ഇഷ്യൂ വന്നു. ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ഇനി വീട്ടിലോട്ട് തന്നെ ചെല്ലാനായിട്ട്. അങ്ങനെ നമ്മളിപ്പം നേരെ കാറിൽ കയറി നേരെ എൻ്റെ ബൈക്കിരിക്കുന്നിടത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബൈക്ക് ഇരിക്കുന്നിടത്ത് എത്തി. നേരെ ബൈക്ക് എടുത്ത് എല്ലാം കഴിയുകയും ചെയ്തു. നല്ല വിശപ്പും കൂടി ആയതുകൊണ്ട് ഫുഡ് മേടിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്കൊരു ചെറിയൊരു വീഡിയോൻ്റെ എൻഡിങ്ങിൽ ഞാൻ നോക്കിയായിരുന്നു. വണ്ടി ഒരിടത്ത് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോഴേക്കാണ് മനസ്സിലായത് മൊബൈൽ ഹോൾഡർ കംപ്ലൈൻറ്റഡ്. അത് ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. കാരണം ജോലിയെല്ലാം തീർത്തിട്ട് വന്നപ്പോഴേക്ക് ഏകദേശം ലേറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലേറ്റായി. ഏകദേശം മണി 2 എൻ്റെ ഫോണ് വയ്ക്കണമെന്നിപ്പോൾ ഞാൻ നോക്കിയതാണ്. 2:40 എന്തോ ആവാറായി. കാരണം ഇന്ന് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി. കാരണം ഫേസ് കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നല്ല ടയേർഡാണ്. വെളുപ്പിനെ ഞാൻ പോയതാണ്. ഏകദേശം ഒരു 6 മണിക്ക് പോയതാണ്. ഇപ്പം മണി ഏകദേശം 2:40 കാരണം ഇത്ര ലേറ്റ് ആവാറില്ല ഞാൻ സാധാരണ. പക്ഷേ ഇന്ന് ലേറ്റ് ആവാൻ ചെറിയൊരു ഹോസ്പിറ്റൽ ഇഷ്യൂവും കൂടെ വന്നതുകൊണ്ട് ഇച്ചിരി ലേറ്റായിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബ്ലോഗിങ് എൻഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. കാരണം ഒരു ഹോസ്പിറ്റൽ കേസല്ലേ, അതൊക്കെ നമ്മൾ ബ്ലോഗിങ് ആയിട്ട് വന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അതൊന്നും ബ്ലോഗിങ്ങിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് നേരെ വന്നു. ഇനി ഫുഡ് മേടിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ നടത്തിയത് ഫുഡ് മേടിക്കാനായിട്ടാണ്. അപ്പോൾ ഫുഡ് വണ്ടിയിൽ വച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഫുഡ് കഴിക്കുക, ഇനി കയറി കിടന്ന് ഉറങ്ങുക, അങ്ങനെ പരിപാടി. ഇത്ര ലേറ്റ് ആയതുകൊണ്ട് തന്നെ നാളെ എനിക്ക് പോകേണ്ടയില്ല, ഷൂട്ടില്ല. അപ്പോൾ നാളെ ഇനി ഇരുന്ന് ഇന്നത്തെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണതാണ് നാളത്തെ എൻ്റെ പരിപാടി. പിന്നെ എനിക്ക് കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എൻഡ് ചെയ്യാമെന്ന് കരുതി. വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ ഒരു രണ്ടാമത് ഇട്ടിരുന്ന വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് ചെയ്തായിരുന്നു. എന്ത് മിസ്റ്റേക്കെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, എന്നെ കാണുന്ന എൻ്റെ അടിയന്മാർക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു. ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് വണ്ടി ഓട്ടിച്ചായിരുന്നു. കാരണം അത് ശരിയായിട്ടുള്ള വഴിയല്ല ഞാൻ എൻ്റെ
അളിയന്മാർക്കും എൻ്റെ വ്യൂവേഴ്സിനും ഞാൻ കൊടുത്തത്. കാരണം ഇനി വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഞാൻ അളിയന്മാരെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ രണ്ടാമത് പറഞ്ഞ കേട്ടുള്ള വീഡിയോയിൽ നോക്കിയാൽ മതി ഞാൻ എന്തുകൊണ്ടാണ് അളിയന്മാരെന്ന് വിളിക്കുന്നത്. പിന്നെ എന്ത് പറയുക, ഹെൽമെറ്റിൻ്റെ കേസ്, ഹെഡ്സെറ്റ് വെച്ചിട്ടായിരുന്നു പോയത്. ഞാൻ ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മൈക്കില്ല, അപ്പോൾ അതിന് വണ്ടിയിൽ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ക്ലിയറായിട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ ഹെഡ്സെറ്റ് വെച്ചിരുന്നത്. പക്ഷേ ആ ഹെഡ്സെറ്റിലും ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ സൗണ്ട് കാരണം അത് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ നോയ്സ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ അടുത്ത് ഓഡിയോ ഇത് ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് കാര്യം പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിലും ഞാൻ ചെയ്യുന്നത് ഹെഡ്സെറ്റ് വെച്ച് വണ്ടി ഓടിക്കത്തില്ല. അത് മാത്രമല്ല, ഞാൻ ഫോണിൻ്റെ വണ്ടിയുടെ ഇതേപോലെ വച്ച് നിങ്ങൾക്ക് ഞാൻ വീഡിയോ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഇന്ന് വരാനായിട്ട് പിന്നെ ചെറിയൊരു വണ്ടിയിൽ വെള്ളം നനഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നത് നമ്മൾ അന്ന് ഒട്ടിച്ച ഒരു സ്റ്റിക്കർ ലൂസായിട്ടുണ്ട്. ഞാൻ അത് വണ്ടി നിർത്തിയ ശേഷം ഇറങ്ങിയ ശേഷമാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാൻ പറയാൻ പോയ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന്, ഫസ്റ്റ് വൺ, ആരും ഒരിക്കലും ഹെഡ്സെറ്റ് വെച്ച് വണ്ടി ഓട്ടിക്കാൻ പാടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ചിലപ്പം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് വച്ചെങ്കിൽ നാളെ വേറൊരാൾ ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ സംസാരിക്കുന്നതാണ്, എന്തെന്ന് പറയണേ, ഹെഡ്സെറ്റും വെച്ച് സംസാരിക്കുന്നതായിരിക്കും. അത് ഞാൻ ശരിയായിട്ടുള്ള മാർഗ്ഗമല്ല ഞാൻ പറഞ്ഞു കൊടുക്കണേ. ചെയ്യുന്നവരും ഉണ്ട്, ഞാൻ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല, ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ചോദിക്കും, നീ ചെയ്തിട്ടില്ലടാ. ഞാൻ ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ഞാൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ആ മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ആ മിസ്റ്റേക്ക് ഞാൻ തിരുത്തിയിട്ടുമുണ്ട്. കാരണം ഞാൻ പണ്ട് ചെയ്ത ഒരു കാര്യമാണ്, ഹെഡ്സെറ്റ് വെച്ചിട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട് വണ്ടി ഓടിക്കും. കോൾ വരുമ്പോഴേക്കും ഞാൻ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടി സ്ലോ ഡൗൺ ആക്കിയിട്ടാണ് ഞാൻ അന്ന് ഓടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് ശരി. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും കുറേ ആക്സിഡൻറ്റ് വീഡിയോസിലൊക്കെ ഞാൻ കണ്ട് കോൾ വിളിച്ചിട്ടൊക്കെ ആക്സിഡൻ്റ് ആവുന്ന ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ തന്നെ സ്വയമായിട്ട് നിർത്തിയൊരു പരിപാടിയാണ് കോൾ വിളിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, ഞാൻ കോൾ വിളിക്കുമ്പോൾ എന്നെ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ വണ്ടി ഒതുക്കി നിർത്തും, സംസാരിക്കും. അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും വീഡിയോയിൽ വേണ്ടേ ഞാൻ വച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് ഓട്ടിക്കാൻ പാടില്ല എന്ന് പറയില്ല, ഓട്ടിക്കാം. മൊബൈൽ ഹോൾഡർ വെച്ച് നിങ്ങൾക്ക് വണ്ടി ഓട്ടിക്കാം. എന്തെന്ന് പറയുക, വീഡിയോസ് എടുക്കുന്നവരും ഉണ്ട്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞാൽ പോലും വീഡിയോസ് എടുക്കുന്നവരും കാണും. ഇത് കണ്ടിട്ട് വീഡിയോസ് എടുക്കുന്നവരും കാണും, എടുക്കല്ലേ എന്ന് പറഞ്ഞാലും വീഡിയോസ് എടുക്കും. അത് നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ചെയ്യല്ലേന്ന് പറയുന്നത് ചെയ്യാറ് എന്നുള്ള ഒരു പരിപാടികളുള്ള ചില പേരുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടിയിൽ ആദ്യം സെറ്റ് ചെയ്ത് വയ്ക്കുക. സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ഓണാക്കിയിട്ട് പിന്നെ വണ്ടി നിങ്ങൾ എവിടെയെങ്കിലും നിർത്തുന്നവരെ മൊബൈലിൽ നോക്കാനേ പാടില്ല. ഡയറക്റ്റ് നിങ്ങളുടെ കണ്ണും ശ്രദ്ധയും എല്ലാം റോഡിലായിരിക്കണം, റോഡിൽ പോകുന്ന വണ്ടികളിലായിരിക്കണം. കാരണം ഒരാളുടെ ജീവിതം മാത്രമല്ല, ഈ വണ്ടി പോകുന്ന ഒരാളുടെ ജീവിതമല്ല, ബാക്കിയുള്ള ഓപ്പോസിറ്റ് ആൾക്കാരുടെ ജീവിതം കൂടെ നോക്കണം. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു പരിപാടി കാണിക്കാൻ നിൽക്കരുത്. നിങ്ങൾ വീഡിയോ എടുക്കാത്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മൊബൈലിൽ ചിലവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ടിയിൽ ആദ്യം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ കറക്റ്റ് പൊസിഷനാണോ ഇരിക്കണേന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം വണ്ടി ഓണാക്കിയിട്ട് മൂവിങ് ചെയ്യുക. പിന്നെ അങ്ങോട്ടുള്ളത് സ്റ്റോപ്പ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ വണ്ടിയിൽ ക്യാമറ എന്താണ് നിങ്ങൾ വിചാരിച്ചത് എന്തെങ്കിലും ആയോ എന്ന് പോലും നോക്കാവൂ. അല്ലാതെ വണ്ടി ഓടിക്കുമ്പോൾ ഒരിക്കലും നോക്കല്ല. അത് നിങ്ങളുടെ കോൺസെൻട്രേഷനും ബാധിക്കും. കാരണം നിങ്ങൾ നോക്കുമ്പോഴായിരിക്കും വണ്ടി വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്യൂ ആണ്, ഓപ്പോസിറ്റ് വന്ന് കയറുന്ന ആൾക്കും ഇഷ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ ഉള്ളൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ബ്ലുപ്പ് അടിക്കുന്നൊരു പരിപാടിയുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കാർത്തിക് സൂര്യ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഫാനാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു കാറ്റഗറി എൻ്റെ വീഡിയോയിൽ വേണമെന്ന് ഞാൻ മനഃപൂർവ്വം വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ബ്ലുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്തത്. ഓക്കെ, അപ്പോൾ അത് വെച്ച് ആരും എന്നെ ഇതാക്കരുത്, കളിയാക്കാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇതാക്കരുതെന്ന് പറഞ്ഞാൽ കളിയാക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ അപ്പോൾ വീഡിയോ ഞാൻ ഇന്നത്തോടെ ഇപ്പം അവസാനിപ്പിക്കുകയാണ്.
അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതുവരേക്കും പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജോലി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടുത്തെ എൻ്റെ ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറച്ചേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ വരും വീഡിയോയിൽ എൻ്റെ ജോലിയിൽ, ഇനി അടുത്ത വീഡിയോയിൽ എന്തായാലും വരും വീഡിയോയിലല്ലേ, അടുത്ത വീഡിയോയിൽ എൻ്റെ ജോലി എന്താണെന്നുള്ളത് നിങ്ങളെ തീർച്ചയായിട്ടും കാണിക്കുന്നതായിരിക്കും. പിന്നെ പോകെയുള്ള വീഡിയോയിൽ ഓരോരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടിയും, ഇന്ന് കഴിഞ്ഞ പരിപാടിയും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ഞാൻ എൻഡിങ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഞാൻ സംസാരിക്കുന്നതിലായാലും ശരി തന്നെ, ഞാൻ പ്രവർത്തിക്കുന്നതിലായാലും ശരി തന്നെ, ഞാൻ നിങ്ങളെ കാണിക്കുമ്പോഴായാലും ശരി തന്നെ, എന്തെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടോ എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാമെന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും അതിനെ തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങളുടെ ഫോണാണ്, നിങ്ങളുടെ നെറ്റ്, നിങ്ങളിരുന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളിരുന്ന് കാണുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ നെഗറ്റീവും പറയാം, പോസിറ്റീവും പറയാം. എനിക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് പറയാം, എനിക്ക് യാതൊരു പ്രോബ്ലമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളെന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതെന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ചിലപ്പോൾ പറഞ്ഞു വരുന്നതിൽ ചിലപ്പോൾ സംസാരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ക്ഷമിച്ചിട്ട് അതും വേണമെങ്കിൽ കമൻറ്റ് പറയാം. അപ്പോൾ ഓക്കെ, ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നേരത്തെ പോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനിൽ ഒന്ന് ചെറുതായിട്ട് തട്ടിവിടുക. പിന്നെ പുതിയതായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യുക. ആ ബെല്ലും കൂടെ ഒന്ന് ചെറുതായിട്ട് അവർക്കും കൂടെ ചെറുതായിട്ടൊന്ന് തട്ടിപ്പൊട്ടിച്ചേക്കുക. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന അളിയന്മാരെ, അപ്പോൾ ബൈ ബൈ.